ഒട്ടും ശബ്ദം കേൾപ്പിക്കാതെ അവൻ ഡോറ് പതിയെ തുറന്നു. വാതിൽ തുറന്നതും അവൻ കണ്ടു സ്റ്റഡി ടേബിളിൽ തലവച്ചുറങ്ങുന്ന ഗാഥയെ. അവൻ ഒട്ടും ധൃതി കൂടാതെ പതിയെ അവൾക്കരികിലേക്ക് നടന്നു. സ്റ്റഡി ടേബിളിനരികിലെത്തി അവൻ നിന്നു. ടേബിളിൽ തലവച്ചുറങ്ങുന്ന അവളെ നോക്കി അവനൊരു ദീർഘനിശ്വാസമെടുത്തു. കുറച്ചു സമയം അങ്ങനെ നോക്കി നിന്ന ശേഷം അവൻ അവളെ ഇരു കൈകളാലും കോരിയെടുത്ത് ചേർത്ത് പിടിച്ചു. ഒരു രാജകുമാരി എന്ന പോലെ അവൻ ശ്രദ്ധയോടെ അവളുടെ ഉറക്കം തടസ്സപ്പെടുത്താതെ അവളെ കൈകളിലെടുത്ത് ആ മുറി വിട്ടിറങ്ങി. അവൻ അവളെയും കൊണ്ട് അവരുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. റൂമിലെത്തിയതും അവനൊരു കുഞ്ഞിനെ കിടത്തുന്ന ശ്രദ്ധയോടെ അവളെ ബെഡിലേക്ക് കിടത്തി. ശേഷം അവളുടെ മുഖത്തേക്ക് പാറി വീണ മുടിയിഴകൾ ഒതുക്കി മാറ്റിവെച്ചു. ആ സമയം അവളുടെ ആ സുന്ദരമായ മുഖം കണ്ട് അവന്റെ ഇടനെഞ്ചിൽ ഒരു പിടപ്പ് വന്നു. അവൻ കുനിഞ്ഞ് അവളുടെ കവിളിൽ ഒരു ചുംബനം അർപ്പിക്കാൻ തുനിഞ്ഞു. പിന്നെ എന്തോ ഓർത്തതുപോലെ അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് തല ഉയർത്തി. ശേഷം ബ്ലാങ്കറ്റ് എടുത്ത് അവളെ പുതപ്പിച്ചു. അവൾ ആ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി. ആ ഉറങ്ങുന്ന സുന്ദരിയെ ബാക്കി വെച്ച ചുംബനത്തിന്റെ മോഹമടങ്ങാത്ത മിഴികളോടെ അയാൾ നോക്കി നിന്നു. അടുത്ത ദിവസം രാവിലെ ഗാഥ ഗാഢമായ ഉറക്കത്തിൽ നിന്നും പതിയെ ഉണർന്നു. അവൾ കണ്ണു തുറക്കുമ്പോൾ റൂമിൽ നല്ല വെളിച്ചം പരന്നിരുന്നു. അവൾ അത് കണ്ടതും കണ്ണടച്ചു. ഇത്ര പെട്ടെന്ന് നേരം എടുത്തോ? അവൾ എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോഴാണ് താൻ കിടക്കുന്ന അവസ്ഥ കണ്ട് അവൾ ആകെ അമ്പരന്നത്. അവളുടെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് കൂടി. അവൾക്കാകെ വല്ലായ്മ തോന്നി. അവൾ ഒരു കൈയും കാലും റേയുടെ മേലേക്കിട്ട് അവനെ കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത്. അവൾക്കാകെ നാണക്കേട് തോന്നി. അവനതെന്ത് വിചാരിച്ചു കാണുമെന്നതായിരുന്നു അവളുടെ ചിന്ത. ഇനി എന്നും താൻ ഇങ്ങനെ തന്നെയാണോ കിടന്നിരുന്നത്? കർത്താവേ, ഇത് ഇദ്ദേഹം അറിയുന്നുണ്ടാവോ? അവളുടെ ചിന്തകൾ കാടുകയറി തുടങ്ങി. എന്നാലും റേ ഇപ്പോഴും ഉറങ്ങുകയാണ്.